ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇതാ കുറച്ച് നാളായില്ലേ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ. എന്നാലാണ് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറക്കാതെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ നുറുക്കിയെടുത്താണ്. നമ്മുടെ ഈ 65-ൻ്റെ രീതിയൊക്കെ ഇല്ലേ, അതുപോലെ ചെറിയ പീസാക്കി നുറുക്കിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, ഉപ്പ്, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ മുറി കേട്ടോ. നാരങ്ങയ്ക്കും പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒരേ പീസുകളായിട്ട് വറുക്കാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പീസുകളൊക്കെ കൂടെ വറുക്കാൻ ഇട്ട് കൊടുത്തിട്ടോ. ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതാ നമ്മൾ ചതച്ചിടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാത്തത്. നമുക്ക് നല്ലോണം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ള് നമുക്ക് പൊരിച്ച് കോരി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഇല്ലെങ്കിൽ ചുവന്നുള്ളി ആണെങ്കിലും മതി. ഞാൻ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തോന്ന് മാത്രം കേട്ടോ. ഒരു സവാളയാണ് കേട്ടോ എടുത്തേക്കണം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടില്ല. നിങ്ങൾ തൊലി കളഞ്ഞിട്ടാണെങ്കിൽ ഇട്ട് കൊടുത്തേ. ചെറിയ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൊലി കളഞ്ഞിട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച ഓയിലുണ്ടല്ലോ, അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആ പാൻ നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചാണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മുരിഞ്ഞു വന്നു കേട്ടോ. അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം ഒന്ന് ഇളക്കി വരട്ടിയെടുക്കണം കേട്ടോ. അപ്പം നല്ല അതിൻ്റെ ആ പൊരിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കും, ആ മുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണതിൻ്റെ ഒപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട കാണാൻ. എന്നാലാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.